നമസ്കാരം. ഗ്രാമ്യ ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. വീട് കയറി ആക്രമണം ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതിയെ കഞ്ചാവുമായി ചേർപ്പ് എക്സൈസ് പിടികൂടി. 22 വയസ്സുള്ള കിഴുപ്പുള്ളിക്കര ഏങ്ങണ്ടി അനന്തകൃഷ്ണൻ എന്ന ബ്രാവോയാണ് പിടിയിലായത്. ചേർപ്പ് എക്സൈസ് ഇൻസ്പെക്ടർ കെ അശ്വിൻകുമാർ കിഴുപ്പുള്ളിക്കരയിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. എക്സൈസ് ഇൻസ്പെക്ടർ ടി.എസ്. സുരേഷ് കുമാർ, വി.ആർ. ജോർജ്, പ്രിവന്റീവ് ഓഫീസർ സന്തോഷ് ബാബു, സിജോ മോൻ, സിവിൽ എക്സൈസ് ഡ്രൈവർ ഷൈജു എന്നിവരും പ്രതിയെ പിടികൂടിയ എക്സൈസ് സംഘത്തിലുണ്ടായിരുന്നു. താന്യം കിഴുപ്പുള്ളിക്കര മേഖലയിലെ മയക്കുമരുന്ന് വിൽപ്പനയിലെ പ്രധാന കണ്ണിയാണ് ഇയാൾ. വീടുകയറി ആക്രമിച്ചതിന് ശിക്ഷ അനുഭവിച്ച ശേഷം കഴിഞ്ഞ ദിവസമാണ് ഇയാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയത്. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വാടാനപ്പള്ളി മേഖല പെരിങ്ങോട്ടുകര യൂണിറ്റ് വാർഷിക പൊതുയോഗം നടത്തി. മേഖലാ പ്രസിഡന്റ് ബിജു സി ശങ്കുണ്ണി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PM അജിത് അധ്യക്ഷനായി. മേഖലാ സെക്രട്ടറി CS സുരേഷ്, യൂണിറ്റ് സെക്രട്ടറി ജ്യോതിഷ്, VV ദിനേശ്, ജില്ലാ ട്രഷറർ EB ജിതേഷ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി MP ഡെന്നി, AV ജീസൻ, AV ഫ്ലെഡൻഡോ, KA ഷനൂബ്, രമേശ് അനന്യ, KS സന്തോഷ് കുമാർ, റഫീഖ് സന്തോഷ് കുമാർ, ഷാരോൺ എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി PM അജിത്, AV വിപിൻ, വിഷ്ണു സോമൻ, ജ്യോതിഷ്, VV ദിനേശ് എന്നിവരെ തെരഞ്ഞെടുത്തു. വലപ്പാട് ഗവൺമെന്റ് സ്കൂളിൽ നടന്ന സ്കൂൾ തല ശാസ്ത്രമേള വ്യത്യസ്തത പുലർത്തി. കേരളത്തെ കണ്ണീരിലാഴ്ത്തിയ വയനാട് പ്രകൃതി ദുരന്തവും ശിരൂർ അർജുൻ തിരോധാനവും വിഷയമാക്കിയ മോഡലുകൾ കുട്ടികൾ ശാസ്ത്രമേളയിൽ പ്രദർശിപ്പിച്ചിരുന്നു. SSKയുടെ ഹെൽപ്പിംഗ് ഹാൻഡ് പ്രോജക്ടിന്റെ ഭാഗമായി പ്രൊജക്ട് വർക്ക് എക്സിബിഷനും നടന്നു. സ്കൂൾ തല ശാസ്ത്രമേള പ്രധാനാധ്യാപിക ഷീജ ഉദ്ഘാടനം ചെയ്തു. സുദർശിനി ടീച്ചർ, PTA പ്രസിഡന്റ് ഷെഫീഖ് വലപ്പാട്, തളിക്കുളം BRC പ്രതിനിധി ബനേഷ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ആഭരണ പ്രേമികൾക്ക് ആശങ്ക ഉയർത്തുകയാണ് സംസ്ഥാനത്തെ സ്വർണ്ണവില. ഒരു പവന് സ്വർണത്തിന് 56,480 രൂപയും ഗ്രാമിന് 7,060 രൂപയുമാണ് കേരളത്തിലെ ഇന്നത്തെ വിപണി നിരക്ക്. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്ക് വീണ്ടും തിരുത്തിക്കുറിക്കുകയാണ് ഒരാഴ്ചയായി സ്വർണ്ണവില. കഴിഞ്ഞ 2 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന വിലയിലേക്ക് സംസ്ഥാനത്തെ സ്വർണ്ണ വ്യാപാരം കുതിക്കുകയാണ്. സെപ്റ്റംബർ മാസത്തിൽ സ്വർണ്ണവില താഴുമെന്ന് കരുതിയിരുന്നവർക്ക് ആശങ്ക പടർത്തിക്കൊണ്ടാണ് സംസ്ഥാനത്ത് നിരക്ക് കുത്തനെ ഉയരുന്നത്. ആഭരണ പ്രേമികൾക്ക് ഇടുത്തി പോലെയാണ് സ്വർണ്ണവില ദിനംപ്രതി ഉയരുന്നത്. ഇപ്പോൾ ഒരു പവൻ ആഭരണം വാങ്ങണമെങ്കിൽ പണിക്കൂലിയും നികുതിയും അടക്കം 60,000 അല്ലെങ്കിൽ 65,000 രൂപ മുടക്കേണ്ടി വരും. രാജ്യാന്തര വിപണിയിലെ വിലവർധനവാണ് സംസ്ഥാനത്തെ വിപണിയിലും സ്വർണത്തിന് വില കൂടാൻ കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. അന്താരാഷ്ട്ര വിലയിലെ മുന്നേറ്റമാണ് കേരളത്തിലെയും വില ഉയരാനുള്ള കാരണം. അമേരിക്കയിൽ പലിശ നിരക്ക് കുറയ്ക്കുന്നതിനെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ഡോളറിൽ സമ്മർദ്ദമുണ്ടാക്കിയതാണ് ഇപ്പോഴത്തെ മുന്നേറ്റത്തിന്റെ കാരണം. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.